ചേട്ടൻ ഏതാനയുടെ പുറത്തുണ്ടായിരുന്നത്? പീതാംബരൻ എന്ന് പറഞ്ഞ പേരല്ല. എന്താ സംഭവിച്ചെന്താ? അത് എഴുന്നള്ളിച്ച് രണ്ടടിയും കൊണ്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ മറ്റേ ആനേനെ ചാടി വീണ് കുത്തിയതാ. പീതാംബരൻ ആനയാണോ മറ്റേ ആനനെ കുത്തിയത്? അതെ അതെ അതെ. ഈ താഴെ വീഴുന്ന കണ്ടത് മറ്റാനയുടെ പുറത്തുള്ള ആളാണോ? ഒരാൾ താഴെ വീഴുന്ന കാണുന്നുണ്ട്. അത് ഞാൻ ചാടിയിട്ടുണ്ട്. മറ്റേ ആൾ കുറച്ചുകൂടി മുന്നിൽ പോയിട്ട് മറ്റേ ആൾ ചാടിയത്. ഞാനും ചാടിയിട്ടുണ്ട്. അത് ഞാൻ ചാടി, മറ്റേ ആൾ കുറച്ചുകൂടി മുന്നോട്ട് മുന്നിൽ തന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അയാൾ ചാടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്നത്? ആനകളെ സ്വഭാവം പല ജാതിയാവില്ല. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. രണ്ട് ആന അടുത്തടുത്തിരുന്ന അകലം ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? നല്ല വിട്ടിൽ തന്നെയാണ്. അത് പെട്ടെന്ന് നമ്മൾ ഓടി കുത്തിയത് തന്നെയാണ്. ആനപ്പുറത്ത് എത്ര പേരുണ്ടായിരുന്നു? നമ്പൂരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, ഞാൻ വേറെ 3 പേരുണ്ടായിരുന്നു. 3 പേരോട് ഉണ്ടായിരുന്നു. ഒരു ആനപ്പുറത്ത് 3 പേരാ? ഒരു ആനപ്പുറത്ത് പോകും. എല്ലാവരും താഴേക്ക് ചാടിയോ അതോ വീഴുവാണോ? ഒരാൾക്ക് ആദ്യം ചാടി. അപ്പോൾ തന്നെ ഞാൻ ഈ തടുപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഞാനവിടെ നിന്ന് നമുക്ക് മുന്നിലായതുകൊണ്ട് പെട്ടെന്ന് ചാടാനാവില്ല. അതിനെ കുത്തല്ലേ. അപ്പം എനിക്ക് ആ ചാടിയാൽ ഞാൻ ഇതിൻ്റെ ഇവിടേക്കല്ലേ വീഴുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ചാടാനായില്ല. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് മറ്റേ ആനയും കൂടെ ഓടിയപ്പോൾ ഇത് പിറകെ ഓടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒഴിവ് സ്ഥലത്തേക്ക് വന്നപ്പോൾ ഞാൻ ചാടി. പീതാംബരൻ ആനയുടെ പുറകെ ഓടുമായിരുന്നല്ലോ? പീതാംബരൻ ആന മറ്റേ ആനയുടെ പുറകെ ഓടി. പിന്നെ അത് ഓടിയപ്പോൾ ഇതതിൻ്റെ പിറകെ ഓടി. ഇത് പീതാംബരൻ ആദ്യം കൊമ്പുകൊണ്ടാണ് കുത്തിയത് അതോ തുമ്പിക്ക് വെച്ച് അടിച്ചത്? കൊമ്പോട് അത് ചാടി കുത്തി തന്നെയാണ്. ഇത് ഈ ആന പടക്കം പൊട്ടിയ സമയത്ത് ഓടിയെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അല്ല, പടക്കം പൊട്ടിയപ്പോൾ അല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ പടക്കം പൊട്ടുമ്പോൾ തന്നെ ഓടണ്ടേ. അന്നപ്പോൾ ഒന്നും ഓടിയില്ല. പടക്കം പൊട്ടലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് 2 അടി കൊണ്ട് ആണെന്ന് എഴുന്നള്ളിച്ച് 2 അടി കൊണ്ട് വെച്ചിട്ടുള്ളൂ. പെട്ടെന്ന് പ്രകോപനം വന്നങ്ങ് അറ്റാക്ക് ചെയ്തു മറ്റേ ആന. അത് സൈഡിലുള്ള ആനനെ തട്ടി. അതിൻ്റെ ഓഫീസ് കെട്ടിടത്തിൽ ഇടിക്കുന്നുണ്ടായിരുന്നല്ലോ ആന. ആ സമയത്ത് ആനപ്പുറത്ത് തന്നെ പിടിച്ചിരുന്നോ? അവിടെ ഇരുന്നു. അതിൻ്റെ അകത്തുള്ള ആളുകൾക്കാണല്ലോ കൂടുതൽ പരിക്കൊക്കെ പറ്റിയത്. അതല്ല, അപ്പോൾ ഓടും ഇതൊക്കെ മറ്റേ ആനയ്ക്കൊന്നും ചെയ്യാനില്ലല്ലോ ആ സ്ഥലത്തുനിന്ന്. അപ്പോൾ പീതാംബരൻ ആനേനെ അവിടെ കുത്തി ആ ബിൽഡിങ്ങിലെ കയറ്റമാണ് ചെയ്തത്. പീതാംബരൻ ആന മറ്റേ ആന കുത്തി അങ്ങോട്ട് കയറ്റി. താഴോട്ട് ചാടിയെന്നല്ല പറഞ്ഞത്? എങ്ങനെ വീണ? തലയ്ക്ക് പരിക്ക് കാണുന്നു. തലയ്ക്ക് അത് ഈ ആ ബിൽഡിങ്ങിന് ഓട് പൊട്ടുമ്പോൾ പട്ടിയൊക്കെ തെറിക്കില്ലേ, അവൻ പൊട്ടുമ്പോൾ അങ്ങനെ ഒരു ഓട് തെറിച്ച് എൻ്റെ തലയിൽ വീണു. ഓട് തലയിൽ മുട്ട് തെറിച്ച് വന്ന ഒരു ഓടിൻ്റെ കഷ്ണം തെറിച്ച് വന്നു. താഴേക്ക് ചാടിയപ്പോൾ മറ്റു പരിക്കുകളില്ലല്ലോ? കാൽ പറ്റിയില്ല. ഞാൻ കണക്കാക്കിയത് അങ്ങനത്തെ സ്ഥലത്തെത്തിയപ്പോൾ ചാടിയുള്ളൂ. അരുകുമാർ, പീതാംബരൻ ആനയുടെ മുകളിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. പീതാംബരൻ ആനയാണ് മറ്റേ ആനയെ കുത്തിയതെന്ന് പറയുന്നു. മറ്റ് പ്രകോപനത്തിൻ്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല അല്ലേ? അല്ല, നമുക്ക് പറയാൻ പറ്റില്ല. ആനേൻ്റെ ചേട്ടൻ്റെ പേരെന്ന് പറയാം? എൻ്റെ പേര് നാരായണ ശർമ്മ. നാരായണ ശർമ്മ. ഒരു തൂങ്ങി ഇറങ്ങുന്നത് കാണുന്നുണ്ട്, അത് ചേട്ടനാണോ? ഞാൻ ഒരു ആൽത്തറേൻ്റെ അടുത്ത് നിങ്ങൾ ഇറങ്ങിയില്ലേ, അത് ഞാൻ. അതായത് തൂങ്ങി, നമ്മളത് വീണതുപോലെയാണ് വിഷൽ കാണുന്നത്. തൂങ്ങി എന്നെ പിടിച്ചിറങ്ങിയതാ അല്ലേ? ഞാൻ ചാടി ഇറങ്ങാനൊന്നും പറ്റില്ല, ചാടുകയല്ലേ നമ്മൾ. തലയ്ക്ക് പരിക്ക് പറ്റുന്നത് അങ്ങനെയാണ്. ആ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഓട് വന്ന് തലയിലിടിച്ചാണ് പരിക്ക് പറ്റുന്നത്. ഈ ആനപ്പുറത്ത് ചാടിയ സമയത്ത് പരിക്ക് പറ്റിയില്ല എന്ന് പറയുന്നു. ഈ പുറകിലുള്ള ആനപ്പുറത്തുള്ളവരെ പരിക്ക് എങ്ങനെ ഉണ്ടറിയോ? സ്വതവൻ ഒരു ഊരയ്ക്ക് കുറച്ച് പ്രശ്നമില്ലാണ്. അത് ഒഴിച്ചിലോ കഴിഞ്ഞ് റെഡി ആയതാണ് കുറച്ച് മുമ്പ്, ഒരു 4 കൊല്ലം മുമ്പ്. അപ്പോൾ അതിന് ഊരയ്ക്ക് ചെറിയൊരു വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്, റെഫർ ചെയ്ത് പോയിട്ടുണ്ട്. ഈ ആന ഈ പുറത്തിരിക്കാൻ നിങ്ങൾ കുലുക്കിയിടാൻ വേണ്ടി ആന നോക്കിയായിരുന്നോ? ഇല്ല, അതൊന്നും ശരിയില്ല. മറ്റാനനെ കുത്താൻ വേണ്ടി മാത്രം നോക്കിയുള്ളൂ. അതെ, അതിനെക്കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടല്ലാണ്ട് നമ്മളെ ഉപദ്രവിക്കാനൊന്നും ആന വന്നില്ല. ഈ ഓടുന്ന സമയത്തും വഴിയിലുണ്ടായിരുന്ന ഉപദ്രവിക്കാൻ നോക്കിയിട്ടില്ല? അത് ഓടുന്ന സമയത്ത് ഞാൻ അത് മറ്റേ ആനേനെ കുത്തു തന്നെ, അതിൻ്റെ പുറകെ തന്നെയാണ് ഓടുന്നത്. ഈ താഴോട്ട് ഇറങ്ങിയ സമയത്ത് ദൂരേക്ക് മാറി ചാടുവാണ് ചെയ്തത്? കാരണം കാലിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഇങ്ങോട്ട് ചാടുകയാണ് ചെയ്തത്. ആനപ്പുറത്ത് കയറി ശീലമൊക്കെ ഉള്ള ആളാ അല്ലേ? ഞാൻ അവിടെ തന്നെ ഞാൻ എല്ലാ കൊല്ലവും ഇങ്ങനെ കയറാറുണ്ട്. ഒരു കാര്യം കൂടെ, ചടങ്ങ് എങ്ങനെയായിരുന്നു? എഴുന്നള്ളിപ്പായിരുന്നു അതെങ്ങനെയായിരുന്നു? അതവിടെ താലപ്പൊലി എല്ലാ മുമ്പേ എത്രയോ കാലമായിട്ട് നടന്നു വരുന്നതാണ്. എല്ലാ കൊല്ലം ഉണ്ട്. കൊല്ലം താലപ്പൊലിക്കെ കൊണ്ട് ഇറക്കി എഴുന്നള്ളിക്കുക. അപ്പോൾ അതെ, ഒരു 5:45 ടൈമൊക്കെ ആയിട്ടുണ്ടാവും. എത്ര സമയം കൊണ്ട് ഇതിന് തിളയ്ക്കാൻ പറ്റിയെന്ന് അറിയാമോ? വന്നിട്ട് അറിയില്ല. ഞാൻ ആശുപത്രിയിലേക്ക് വരെ ഞാനിങ്ങ് പോകുന്നില്ലേ, നമ്മളറിയില്ല.